പുളിയിഞ്ചി. അപ്പൊ അങ്ങനെ നമ്മള് നാട്ടിലെത്തി. 2 ദിവസമായി എത്തിയിട്ട്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഏട്ടൻ്റെ അടുത്ത് വണ്ടി ഓടിക്കുന്നുണ്ട്, മോള് മുന്നിലിരിക്കുന്നുണ്ട്. നമ്മൾ 3 കൂടെ മാത്രം പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. പോകുന്ന വഴി നമുക്ക് നോക്കാം, ഞാൻ കാണിച്ചു തരാം. എന്തോ പറയുന്നു പാട്ട് ഒറ്റക്ക്. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? ഹിന്ദിക്കാർ ഇത് 100% കേട്ടിട്ടുണ്ടാവും. ഇതിപ്പോ നമ്മള് തൃച്ചംബരം വഴി അങ്ങനെയാ പോകുന്നത്. ആ ഒരു വഴിയാണിത്. ഏട്ടന്റെ വീട് തളിപ്പറമ്പ് ഏകദേശം ഒരു 1/2 മണിക്കൂറുണ്ട് എന്റെ വീട്ടിലേക്ക്. അപ്പൊ ഇന്ന് മഴ കുറവാ. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു. ഇന്ന് മഴ കുറവാ അല്ലേ? ചൂടുണ്ട്. ഓക്കെ, എന്ത് ഭംഗിയാ നോക്കി. ഇവിടെ ഇടക്കിടക്ക് പച്ചക്കറി ഉണ്ടാവും. ഈ വയലിൽ നട്ടിട്ട് തന്നെ ഈ റോഡ് സൈഡിൽ കൊണ്ടുപോയി വെക്കുന്നത്. ഇതേപോലെ വണ്ടിയിലൊക്കെ വരുന്നവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം ഇവിടെ കാണുന്നില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരുപാടുണ്ടായിരുന്നു. ചീര, മത്തങ്ങ, കുമ്പളങ്ങ, അതൊക്കെ ഇപ്പം അങ്ങനെ കാണുന്നില്ല ഇപ്രാവശ്യം. ഇതാണ് നമ്മളെ നടിച്ചേരിക്കടവ് പാലം. ഫുള്ള് നല്ല അടിപൊളി. ഓ, ആ പുഴയും ആകാശത്തിന്റെ ആ ഒരു ഇതെല്ലാം ആയിട്ടുള്ള നോക്കി. ഫുള്ള് ഭയങ്കര സീനറി ആയിട്ട്. ഓ, എന്ത് ഭംഗിയാ ആകാശം കാണാൻ. അടിപൊളി. നിങ്ങൾക്ക് ഞാൻ നമ്മളെ കല്യാണം കഴിഞ്ഞ സ്ഥലം കാണിച്ചു തരാം. ഓഡിറ്റോറിയം എവിടെ? അതാ ഈ ബിൽഡിങ്. അത് അവിടെ വെച്ചിട്ടാണ് നമ്മളെ കല്യാണം ഉണ്ടായത്. അതിൻ്റെ മുന്നിൽ വേറൊരു ബിൽഡിങ്, ഇതിൻ്റെ ബാക്കിൽ അവിടെ വെച്ചിട്ടാണ് നമ്മളെ കല്യാണം കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ എൻ്റെ നാട്ടിലെത്തി. ഇത് മയ്യൽ. ഇവിടുന്ന് ഒരു 1/4 മണിക്കൂറും കൂടെ പോയാൽ എൻ്റെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ ഇവിടുന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതും കൂടെ വാങ്ങിച്ചിട്ട് കാണാം. അങ്ങനെ എൻ്റെ വീട്ടിൽ എത്തി. ഇതാണ് എൻ്റെ വീട്. അങ്ങനെ വീട്ടിലെത്തി. വീട്ടിലേക്ക് കയറിയിട്ട് കാണാം. നമ്മളിതാ വന്ന പാട് നല്ല പഴുത്ത മാങ്ങ മുറിച്ച് തിന്നു തന്നെ. നല്ല പഴുത്ത മാങ്ങ. നമുക്ക് സാനുവിന് കൊടുക്കാം ആദ്യം. സാനു TV കണ്ടിരിക്കുകയെന്നല്ല സാനു? ബാൽബിയർ കണ്ടിരിക്കുന്നു. അടിപൊളിയാ. ഞാൻ എൻ്റെ ചെറുതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇതല്ല ഇത്. ഇതാ നമ്മളെ ചെറുതിൻ്റെ ഫോട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ചേച്ചി, എൻ്റെ മൂത്ത ചേച്ചി. ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മ. ഇതെൻ്റെ അച്ഛമ്മ. ഇതെൻ്റെ 2ാമത്തെ ചേച്ചി. ഇതെൻ്റെ അച്ഛൻ്റെ ഇളയമ്മ. ഇതെൻ്റെ അമ്മ. ഇത് ഞാൻ. ഇതാണ് ഞാൻ. അത് അവിടുത്തെ വല്യമ്മ, ചിഞ്ചു വല്യമ്മ. അമ്മ ഏതാ? അതമ്മ. അതമ്മ, എൻ്റെ അമ്മ, അമ്മാമ്മ. അത് ചിഞ്ചു വല്യമ്മ. ഇത് അച്ഛമ്മ, എൻ്റെ അച്ഛമ്മ. ഇത് എൻ്റെ അച്ഛൻ്റെ ഇളയമ്മ. ഇത് അമ്മേൻ്റെ അനിയത്തി. അച്ഛമ്മ എന്ന് തന്നെ നമ്മൾ വിളിക്കല്. മാധവി. ഇത് ശ്രീദേവി. മാധവി. അതോട് കാണുന്ന സീരിയലിലെ മാധവി. അതിന്റെ ഒരു ബിസിനസ് ഉണ്ട്, അച്ചാർ പാപ്പട്. എന്താ നമുക്ക് അവിടെ തന്നെ വെക്കാം.
അങ്ങനെ ഏട്ടൻ നമ്മളെ എൻ്റെ വീട്ടിലാക്കിയിട്ട് തിരിച്ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. ഇപ്പോൾ നമ്മൾ എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഇവിടെ വന്നിട്ടാണ് ഉള്ളത് കളിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നഴ്സറി ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് സ്ലൈഡും പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനും സാനും കൂടെ ഇവിടെ വന്നിട്ടാണ് ഉള്ളത്. സ്കൂളിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് നാളെ എടുത്ത് കാണിച്ചു തരാം. കാരണം ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. നാളെ കാണിച്ചു തരാം ഞാൻ. ഈ പൂച്ച നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന പൂച്ചയാണ്. ഇങ്ങനെ നമ്മൾ വളർത്തുന്നതല്ല, ഇങ്ങനെ വീട്ടിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തിന്നാനൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കുട്ടി പൂച്ചയും കൂടി ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞി പൂച്ചയും കൂടി ഉണ്ടായിരുന്നു. അത് എന്നെ കണ്ട് പേടിച്ച് അങ്ങോട്ട് എവിടെയോ ഓടി ഒളിച്ചിട്ടുണ്ട്, അവിടെ എവിടെയോ ഓടി ഒളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്കൂളിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നേരം ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് സ്കൂളിൻ്റെ വീഡിയോ നോക്കാം. ഞാൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ച നമ്മളെ കുറ്റ്യാട്ടൂർ LP സ്കൂള്. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മ, അച്ഛൻ, പിന്നെ അച്ചാച്ചൻ ഒക്കെ പഠിച്ച കുറേ വർഷം പഴക്കമുണ്ട് ഈ സ്കൂളിൽ. പണ്ട് ഇങ്ങനെ ഒന്നല്ലായിരുന്നു, ഇപ്പം അതെ മാറ്റി ഇപ്പോൾ നല്ല പുതിയ ബിൽഡിംഗ് ഒക്കെ ആക്കി, നല്ല അടിപൊളിയാക്കി. ഇതെല്ലാം ഇപ്പം ചെയ്തതാ. ഇത് പണ്ടേ ഉള്ളതായിരുന്നു, ഇത് പണ്ടേ ഉണ്ട്, ഇതിപ്പം മാറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇതവർ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചു എന്നേ ഉള്ളൂ. ഇതവർ ബിൽഡിങ് മൊത്തം പുതിയതാക്കിയിട്ടുണ്ടാക്കിയത്, ഫുള്ള് കളർ പെയിൻ്റ് എല്ലാം അടിച്ചിട്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം 2 നിലയാക്കി. പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പണ്ടേ ഉള്ള ഓഫീസ്, ഇപ്പം മൊത്തത്തിൽ മാറ്റി. ചെറിയ ക്ലാസ്സാണെന്ന് തോന്നുന്നു. സ്കൂള് തുറക്കുന്നതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ട് നിൽക്കലാന്ന് തോന്നുന്നു. ഇനി സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസങ്ങളും കൂടിയല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ കുറച്ച് പണി എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ, എൻ്റെ വീടിൻ്റെ മുന്നിൽ റോഡ് കഴിഞ്ഞിട്ട് സ്കൂള്. ഇതാ പോയിക്കോ. വേണ്ട, മേലെ പോവണ്ട, വേണ്ട വേണ്ട വേണ്ട. മാവൊക്കെ കുറേ വർഷം പഴക്കമുള്ള മാവ. നമ്മളെല്ലാം പണ്ട് ഈ സ്കൂളിൽ വരുന്ന സമയത്ത് രാവിലെ സ്കൂളിൽ വന്ന് ഈ മാവിൻ്റെ ഇല ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഫുള്ള് പെറുക്കി കളയണം. അത് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങും. എന്നാൽ 2 മാവ് കുറേ വർഷം പഴക്കമുണ്ട് ഈ മാവിന്. ഇപ്രാവശ്യം മാങ്ങ കുറവാന്ന് തോന്നുന്നു, ഇതിൽ കാണുന്നില്ല അങ്ങനെ. പിന്നെ ആ പാടത്തിന്റെ സ്ഥലം കാണിക്കണം. ഇപ്പം തെങ്ങും ഇതൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. പണ്ട് പഠിക്കുമ്പം ഇവിടെ ഇങ്ങനെ മറ്റേ പൂന്തോട്ടം എന്ന് പറഞ്ഞിട്ട് ഓരോ ക്ലാസ്സിനും ഇങ്ങനെ വിധിച്ച് കൊടുക്കും. ഇപ്പോൾ ഇവിടെ മൈലാഞ്ചിൻ്റെയൊക്കെ വലിയ മരം പോലെ ആയിട്ടുണ്ട്. അത് ഇങ്ങനെ ഫുള്ള് കാട്. ഇപ്പം ഇംഗ്ലീഷ് മീഡിയം വന്നുകൊണ്ട് ഇവിടെ ഇപ്പം പാർക്കും ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. ഇവിടെ കാണിച്ചാൽ ഇവിടെ ഇപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പം ഇവിടെ പാർക്കിൽ വന്ന് കളിക്കും ഇവർ. കണ്ട ആ ഒരു ഊഞ്ഞാലും അതൊക്കെയുണ്ട്. വരുന്നു. ഇതൊക്കെ ഇന്ന് പെയിൻ്റ് അടിച്ചതാണ്, കാരണം സ്കൂൾ ഓർക്കാനായില്ലേ. ഇതിൻ്റെ മുന്നിൽ ഇതാണ് എൻ്റെ വീട്. ഇതെൻ്റെ വീട്, റോഡ്, സ്കൂള് ഇത്ര അടുത്തായിരുന്നു. കണ്ട. ഇനിയിപ്പം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. വൈകുന്നേരം ആയപ്പോൾ നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് മുറ്റത്തിരുന്ന് എല്ലാവരും കൂടി ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുവാന്ന്. അങ്ങനെ സന്ധ്യയായിട്ട് ഒരാൾ ഇരുന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഊഞ്ഞാലിവിടെ ആടുമായിരുന്നു, ആടിക്കൊണ്ടിരിക്കും. ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കും ഒരാള്. ഇത് വീഴാനായിരുന്നു, പക്ഷെ ഭാഗ്യത്തിന് വീടില്ല. വീണാലും എന്റെ തല ഇങ്ങനെ കഷ്ണായി പോയി. സന്ധ്യയായി, നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് അറിയത്ത് ഇങ്ങനെ ഇരിക്കുകയെന്ന് വെറുതെ.
ഒരാള് ഊഞ്ഞാലാടി കഴിഞ്ഞ് ഇവിടുന്ന് ചരു കസേരയിലിരിക്കുന്നു. ഇതാണ് കേട്ടോ വീട്ടിലെ മറ്റേ കോളാമ്പി. ആ മഞ്ഞ ഇത് കാണുന്നത് കോളാമ്പി ഒരുപാടുണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ബൈ ബൈ.